നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ള പണം ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ. 500 കോടി കുടിശ്ശികയുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് 1100 കോടി ലഭിക്കാനുണ്ടെന്നും GR അനിൽ പറഞ്ഞു. പഞ്ചമി എന്ന പെൺകുട്ടിയെ മുൻനിർത്തി സ്വസമുദായത്തിന്റെ വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട വിപ്ലവകാരിയായിരുന്നു അയ്യൻകാളി എന്ന മന്ത്രി P. പ്രസാദ്. സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതും മറ്റൊരു പോരാട്ടമാണെന്നും P. പ്രസാദ്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ചങ്കുറപ്പോടെ പോരാടിയ മഹാനായിരുന്നു അയ്യൻകാളിയെന്ന് അഡ്വക്കേറ്റ് AM ആരിഫ് XMP. ചരിത്രത്തിന്റെ ഏടുകളിൽ കേരളീയർ ഈശ്വരീയമായി കാണുന്ന മഹാനാണ് അയ്യൻകാളിയെന്ന് ശോഭാ സുരേന്ദ്രൻ. കായംകുളത്ത് നാടിനെ നടുക്കിയ സംഭവം. മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. ഷാജഹാന്റെ കുത്തേറ്റ് സാദിഖ് മരിച്ചു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പിന്തുണയുമായി BDJS. ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ള പണം ഉടൻ ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. 500 കോടി രൂപയാണ് കുടിശ്ശികയുള്ളത്. 1100 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നും GR അനിൽ പറഞ്ഞു. അടുത്തയാഴ്ച കേന്ദ്രത്തിൽ നിന്ന് 300 കോടി രൂപ ലഭിക്കുമെന്നും GR അനിൽ കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ആഴ്ചയോടുകൂടി ഒരു 300ഓളം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടപടികളായി സ്റ്റേറ്റിൻ്റെ ഇൻസെൻറ്റീവും അതുപോലെ നൽകാനുള്ള നടപടിയിലാണ്. എത്രയും വേഗം കർഷകന് സംഭരിച്ച നെല്ലിൻ്റെ പണം കൊടുക്കാനുള്ള നടപടി. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ പറഞ്ഞു. 500 കോടി രൂപ കുടിശ്ശികയുണ്ട്. ഇതിൽ വരുന്നയാഴ്ച കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതമായി 300 കോടി രൂപ ലഭിക്കുമെന്ന് കരുതുന്നു. സ്റ്റേറ്റ് ഇൻസെൻറ്റീവുകളും നൽകാൻ നടപടികളായിട്ടുണ്ട്. കേന്ദ്രം നിലവിൽ നൽകാനുള്ളത് 1100 കോടിയിലധികമാണ്. വായ്പാ പരിധി ഉയർത്താൻ ബാങ്കുകൾക്ക് അനുമതി ലഭിക്കുന്നില്ല. സപ്ലൈകോ PRS നൽകുന്ന ബാങ്കുകൾക്ക് ഒരു കുടിശ്ശികയും വരുത്തിയിട്ടില്ലെന്നും ഇക്കാര്യത്തിലുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും മന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. 500ഓളം കോടി രൂപ കൊടുക്കാനുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് 1100 കോടി രൂപ കിട്ടാനുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പണം കിട്ടാനുണ്ട്. അപ്പോൾ അത് ബാങ്ക് വായ്പയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബാങ്കിൽ നിന്ന് അധികം വായ്പ എടുക്കാൻ അനുവാദവും നൽകുന്നത്. കടമെടുക്കാനും അനുവദിക്കുന്നില്ല, തരാനുള്ള പണവും തരുന്നില്ല. ഇന്നലെയും നമ്മുടെ MD ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് അതിൻ്റെ പണം ലഭ്യമാക്കാനുള്ള നടപടിയുടെ പുറകിലായി. സബ്സിഡി ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ നമുക്ക് റീസണബിൾ റേറ്റ് ആണെന്ന് കണ്ടാലേ എടുക്കാൻ കഴിയും. അതിനപ്പുറത്ത് സപ്ലൈകൾക്ക് എടുക്കാൻ കഴിയും. അത് മറ്റ് അല്ലാത്ത സെയിലിന് വേണ്ടുന്ന സാധനമായിട്ട്. ജീവനക്കാർക്ക് ശമ്പളം 11 മാസമായിട്ട് കിട്ടുന്നില്ല. ഇവിടെ താൽക്കാലിക ജീവനക്കാർക്ക് കിട്ടുന്നില്ല ഉത്തരവിൽപ്പെട്ടിട്ടില്ല. ഒരാളിന് ശമ്പളം കഴിഞ്ഞ മാസം വരെ അപ്പുറത്ത് കൊടുക്കാനുള്ളതായിട്ട് അറിയാം. ടൈം ന്യൂസ്, ആലപ്പുഴ. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സപ്ലൈകോയ്ക്കെതിരെ മോശപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് നല്ല ഇടപെടൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സപ്ലൈകോ. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ മാത്രമല്ല, മാർക്കറ്റിൽ വില നിയന്ത്രിക്കാനുള്ള ഇടപെടൽ മാത്രമല്ല, തൊട്ടപ്പുറത്ത് കർഷകരുടെ നെല്ല് സംഭരിക്കുന്ന ഉത്തരവാദിത്വം. നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ വിതരണം, അതുപോലെ അംഗനവാടി അടക്കമുള്ള സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യധാന്യ വിതരണം, അതുപോലെ പെട്രോൾ പമ്പിൽ, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൽ ആളുകൾ വന്നുകൂടുന്ന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിൻ്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് നൽകാത്തതാണ്, നൽകില്ല. കടം വാങ്ങിക്കാൻ പോലും അവസരമില്ല. കടം വാങ്ങാൻ പോലും അനുവാദമില്ലാത്ത ഘട്ടത്തിൽ അപ്പോഴും ജനങ്ങളെ കൈവിടാതെ ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് ഞാനിവിടെ സൂചിപ്പിച്ച ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ, റേഷൻ സംവിധാനത്തിലൂടെ
പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകും. അത് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായാലും ഇത് പൂട്ടണമെന്നല്ല, ഇത് സംരക്ഷിക്കപ്പെടണം. ഈ അവസ്ഥ ഞങ്ങൾ തരണം ചെയ്യും. മെച്ചപ്പെട്ട സാഹചര്യം കൊടുക്കണമെന്നുള്ള ആലോചനയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ആളുകൾക്ക് സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. സർക്കാർ സപ്ലൈകോയുടെ സേവന പരിധി വർദ്ധിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഈ സർക്കാർ വന്ന ശേഷം 90 പുതിയ കടകൾ ആരംഭിച്ചു. അടുത്ത ദിവസങ്ങളിൽ 10 എണ്ണം കൂടി ആരംഭിക്കും. റേഷൻ കടകളിൽ ഒന്നുമില്ലെന്നും ആരും അവിടെ പോകുന്നില്ലെന്നുമാണ് പലരും പ്രചരിപ്പിക്കുന്ന വാർത്ത. എന്നാൽ കേരളത്തിൽ മാത്രമാണ് BPL കുടുംബം അല്ലാത്തവർക്കും സബ്സിഡി സാധനങ്ങൾ നൽകുന്നത്. പുന്നപ്ര മാർക്കറ്റിന് തെക്കുവശം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുന്നപ്ര മാർക്കറ്റിന് വടക്ക് കിഴക്ക് വശം സ്ഥിതി ചെയ്യുന്ന നന്ദനം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടെയാണ് പുതിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഉപയോഗശൂന്യമായ അരി ഏതെങ്കിലും കാരണവശാൽ റേഷൻ കടകളിലെത്തിയാൽ അത് തിരിച്ചെടുത്ത് പുതിയത് നൽകാൻ കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. അമ്പലപ്പുഴ MLA H. സലാം അധ്യക്ഷനായി. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശൻ, വാർഡ് മെമ്പർ NK ബിജുമോൻ, മാർക്കറ്റിംഗ് മാനേജർ ഷെൽജി ജോർജ്, മേഖലാ മാനേജർ B. കുമാരി ലത, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള പുലയർ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യൻകാളി നവോത്ഥാന സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ചേർത്തല NSS യൂണിയൻ ഹാളിലാണ് സ്മൃതി സംഗമം ഒരുക്കിയത്. ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ മഹാത്മാ അയ്യൻകാളിയുടെ 83ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ചേർത്തല NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ സ്മൃതി സംഗമം ഒരുക്കിയത്. മഹാത്മാ അയ്യൻകാളിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സ്മൃതി സംഗമം ആരംഭിച്ചത്. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KPMS സംസ്ഥാന പ്രസിഡന്റ് K. ബിന്ദു അധ്യക്ഷയായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി തുറവൂർ സുരേഷ് അനുസ്മരണ സന്ദേശം നൽകി. ഇന്നും അയ്യൻകാളിയുടെ കഥകൾ പറയുന്നതിനപ്പുറത്തേക്ക് സാമൂഹ്യ യാഥാർത്ഥ്യത്തിലേക്ക് പുതിയ കാലഘട്ടത്തിൽ ഇന്ത്യ വികസിക്കുമ്പോൾ ആ വികസന പന്താവിൽ പങ്കാളിത്തത്തിൽ അവസര സമത്വത്തിൽ എവിടെയാണ് നമ്മുടെ വേർതിരിവ്? അതിനെ അയ്യൻകാളിയുടെ പോരാട്ടങ്ങളുമായി സമരസപ്പെടുത്തി ആ പോരാട്ടങ്ങളുടെ നന്മകൾ അതിൻ്റെ തിന്മകളും തമ്മിലുള്ള കലഹത്തിനപ്പുറം പുതിയ നേട്ടങ്ങൾക്ക് ഈ പ്രസ്ഥാനം ഒരു കാരണമാവണം എന്ന നിലയിൽ അഡ്വക്കേറ്റ് M. ആരിഫ്, XMB, ശോഭ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് S. ശാരദ്, കല്ലിങ്കൽ ദിവാകരൻ, PV വിശ്വംഭരൻ, T. ശിവരാമൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ CV ഉദയകുമാർ സ്വാഗതവും ചെയർമാൻ TT രഘു നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. പഞ്ചമി എന്ന പെൺകുട്ടിയെ മുൻനിർത്തി സ്വസമുദായത്തിൽ വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട വിപ്ലവകാരിയായിരുന്നു മഹാത്മാ അയ്യൻകാളിയെന്ന് മന്ത്രി P. പ്രസാദ്. സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതും മറ്റൊരു പോരാട്ട വീര്യമാണെന്നും P. പ്രസാദ് പറഞ്ഞു. വാരടാമൂരത്ത് ഊരൂട്ടമ്പലത്തിലെ പള്ളിക്കൂടത്തിൽ പൂജാരി അയ്യൻ്റെ മകൾ പഞ്ചമിയുടെ കയ്യും പിടിച്ച് അയ്യൻകാളി നടന്നു ചെല്ലുമ്പോൾ ആ കുഞ്ഞിനെ അവിടെ പ്രവേശിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ജാതീയത കൊടികുത്തിവാണിരിക്കുന്ന ഒരു കാലത്ത് സവർണ മേധാവിത്വത്തിൻ്റെ രീതികൾ അതിനോട് പൊരുത്തപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് അന്ന് അവർ അയ്യൻകാളിയെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട് അയ്യൻകാളിയെ പറഞ്ഞയക്കുമ്പോഴും അവർക്ക് 10 പേരെ അടിച്ചിടാനുള്ള കൈക്കരുത്തും 10,000-ങ്ങളെ നേരിടാനുള്ള മനക്കരുത്തും ഉണ്ടായിരുന്ന അയ്യൻകാളി വീണ്ടും തിരിച്ചു വരും എന്നുള്ളത് കൊണ്ട് അന്ന് അർദ്ധരാത്രി നേരത്തെ ആ പള്ളിക്കൂടം കത്തിച്ച് ഒരുപടി ചാരം മാത്രമാക്കി മാറ്റി. പഞ്ചമി ഒരു പ്രതീകമായി കേരളത്തിന് മുമ്പിൽ ഉയർന്നു നിന്നു. എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെയും കൊണ്ട് അയ്യൻകാളി പോയത് എന്നത് ഏറ്റവും പ്രമുഖമായ ഒരു ചോദ്യമാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്ന് നമ്മൾ പറയുന്നിടത്താണ് അയ്യൻകാളി എന്തുകൊണ്ടാണ് ഒരു ആൺകുട്ടിയെയും പിടിച്ചുകൊണ്ട് ഒരു പയ്യനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാതിരുന്നത് എന്നും പൂജാരി അയ്യൻ്റെ മകൾ പഞ്ചമിയിലേക്ക് എന്തുകൊണ്ടാണ് കൈ നീണ്ടു ചെന്നു എന്നുള്ളതും എന്തുകൊണ്ട് പഞ്ചമി അതിനേറ്റവും പ്രധാനമായിട്ടുള്ള അയ്യൻകാളി തീരുമാനിച്ചു എന്നതും കാണുമ്പോഴാണ് കേവലമായ ഒരു വിദ്യാലയ പ്രവേശനത്തിനപ്പുറത്തേക്ക് ഒരുപാട് മാനങ്ങൾ അതിനുണ്ടാവുന്നത് അതിലേക്ക് എത്തുന്നത്. ആ സ്കൂൾ ഇപ്പോഴും ഉണ്ട് അവിടെ. വീണ്ടും പുതുക്കി പണിഞ്ഞ് അയ്യൻകാളിയുടെ ഓർമ്മയ്ക്കായ സ്കൂൾ ഇന്നും കേരളത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ട്.
ക്ഷേത്രപ്രവേശനം കൊണ്ട് മാത്രം തൃപ്തനായിരുന്നില്ല അയ്യങ്കാളി. അക്കാലത്ത് സമുദായത്തിൽ നിന്നും 10 BA-ക്കാരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച അയ്യങ്കാളി പോരാട്ട നിലകളിൽ ശക്തമായ തേരോട്ടമാണ് നടത്തിയതെന്നും പി പ്രസാദ് പറഞ്ഞു. ടൈനൂസ് ചേർത്തല. അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യൻകാളിയെന്ന് മുൻ MP അഡ്വക്കേറ്റ് പറഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ച കാലങ്ങൾ പിന്നിട്ടിട്ടും ദളിത് വിഭാഗങ്ങൾ അവഗണന നേരിടുന്നുവെന്നും ആരിഫ് കൂട്ടിച്ചേർത്തു. കേരളീയ സമൂഹം ഇന്ന് കാണുന്ന നവോത്ഥാനത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു എങ്കിൽ ആ അഭിമാനം കൊള്ളുന്നതിൽ ചരിത്രപരമായ വലിയ പങ്ക്, അങ്ങേയറ്റത്തെ പങ്കാണ് മഹാത്മാ അയ്യങ്കാളി തന്റെ ജീവിതം കൊണ്ട് കുറിച്ചു വെച്ചത്, സ്വർണ്ണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടത്. അതിന്റെ കരുത്തിലാണ് നാം ഇന്ന് കേരളീയ നവോത്ഥാനത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ചരിത്രവും വർത്തമാനവും എല്ലാം രൂപപ്പെടുന്നു. തീർച്ചയായും ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. തർക്കങ്ങളും വിതർക്കങ്ങളും ഭിന്നതകളും ഒന്നും ഉണ്ടാവാതെ ഒരു സമൂഹത്തെ തുല്യ പദവിയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന വെറും ആലങ്കാരികമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാം വ്യത്യസ്തമായ രീതികളാണ് ഉള്ളത്. സ്വാതന്ത്ര്യം ലഭിച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടും ദളിത് ജനവിഭാഗങ്ങൾ ക്രൂരമായ അടിച്ചമർത്തൽ നേരിടുകയാണ്. ഇപ്പോഴും കറുപ്പിനോട് വിവേചനമാണുള്ളത്. കറുത്തവരോട് കാണിക്കുന്ന അകൽച്ച എന്തെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. വിദ്യാഭ്യാസ പുരോഗതിക്കായി ചങ്കുറപ്പോടെ പോരാടിയ ധീരനായിരുന്നു അയ്യങ്കാളിയെന്നും ആരിഫ് പറഞ്ഞു. ചരിത്രത്തിന്റെ ഏടുകളിൽ കേരളീയർ ഈശ്വരീയമായി കാണുന്ന മഹാനാണ് മഹാത്മാ അയ്യൻകാളിയെന്ന ശോഭാ സുരേന്ദ്രൻ. ചേർത്തലയിൽ നടന്ന സ്മൃതി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഇവിടെ അയ്യങ്കാളിയെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം, അന്ന് അയ്യങ്കാളി പറഞ്ഞത് 10 പഠിപ്പുള്ള ആളുകളെ 10 BA-ക്കാരെ കാണണമെന്നാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സുരേഷ് ഉൾപ്പെടെയുള്ള ശ്രീമതി ബിന്ദു അവർ ഉൾപ്പെടെയുള്ളവർ പറയണം, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾക്കും വേണം ഇവിടെ കുടിലില്ലാത്തവരെ കുറിച്ച് സംസാരിക്കാൻ ഒരാൾ, ഞങ്ങൾക്കും വേണം വീടില്ലാത്ത അയ്യങ്കാളിയെ വീട്ടിൽ വെച്ച് ഗുരുവായി പൂജിക്കുന്നവർക്ക് വീട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാൾ, ഞങ്ങൾക്കും വേണം എവിടെ പോയി ഭൂപരിഷ്കരണം നിയമം കൊണ്ടുവന്ന കേരളത്തിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ വരുന്ന കൃഷിഭൂമി അതിവിടുത്തെ വലിയ ഭൂമാഫിയകളുടെ കൈകളിൽ കിടക്കുമ്പോ അത് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് 10 സെന്റ് ഭൂമി കൊടുത്ത് ശവം പോലും മറവ് ചെയ്യാൻ ഇല്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരൻ SC/ST വിഭാഗക്കാരൻ ജീവിക്കുന്ന കേരളത്തിൽ നാട്ടിലുള്ള ആളുകൾ ഞങ്ങളുടെ പ്രതിനിധികളായി കേരളത്തിന്റെ നിയമസഭയ്ക്ക് അകത്തുണ്ടാക്കാൻ നിങ്ങളുടെ സമ്മേളനത്തിന് സാധിക്കുമോ? അന്ന് നിങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയും എന്നുള്ളതാണ്. ഏത് BJP-യും ഏത് കോൺഗ്രസും ഏത് മാർക്സിസ്റ്റ് പാർട്ടിയും നിങ്ങളുടെ മുന്നിൽ ഉത്തരം തരും. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി അയ്യങ്കാളിയുടെ പേരിൽ തപാൽ സ്റ്റാമ്പെങ്കിലും ഇറക്കിയത് വാജ്പേയി സർക്കാരായിരുന്നുവെന്നും മറ്റുള്ളവർ ഈ സമുദായത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് പരിശോധിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ടൈനൂസ് ചേർത്തല. കായംകുളത്ത് നാടിനെ നടുക്കിയ സംഭവം. മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊലപ്പെടുത്തി. ഷാജഹാന്റെ കുത്തേറ്റ സാദിഖ് മരിച്ചു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. കായംകുളം രണ്ടാംകുറ്റി ദേശത്തിനകം ലക്ഷംവീട് കോളനിയിൽ സാദിഖ് ആണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. മദ്യപിച്ചെത്തിയ ഷാജഹാനാണ് അനിയൻ സാദിഖിനെ കുത്തിയത്. മദ്യലഹരിയിലെത്തിയ ഷാജഹാനും സാദിഖും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രകോപിതനായ ഷാജഹാൻ അനിയനെ കുത്തുകയായിരുന്നു. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാദിഖിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ മരണപ്പെട്ടു. ഇരുവരും ശാന്ത സ്വഭാവക്കാരായിരുന്നുവെന്നും മദ്യപിച്ചുണ്ടായ തർക്കമാകാം കാരണമെന്നും വാർഡ് മെമ്പർ കൂടിയായ റസീന പറഞ്ഞു. 2-ാം വാർഡിലെ ദേശത്തിനകം പന്തപ്ലാവ് ലക്ഷംവീടിൽ ഇന്നലെ രാത്രിയിൽ ഇങ്ങനൊരു ഖേദകരമായൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉള്ള ഏരിയ അല്ല ഇത്. ഇവിടെ ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നത് മദ്യപിച്ചത് അങ്ങനെ ഉണ്ടായ ഒരു വിഷയമായിട്ടാണ് മനസ്സിലാകുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കാരണം ഈ 2 സഹോദരങ്ങളെ എനിക്ക് അറിയാവുന്നതാണ്. 2 പേരും പൊതുവെ ശാന്തശീലരായിട്ടാണ് ഞാൻ കാണുമ്പോൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നലെ എന്താണ് മദ്യപിച്ചതിൻ്റെ പുറത്തുണ്ടായ ഒരു കൊലപാതകമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ടൈം ന്യൂസ് കായംകുളം.
വിവാഹ നിശ്ചയ ദിവസം അയൽവാസിയുടെ കുത്തേറ്റ ഗ്രഹനാഥൻ മരിച്ചു. പള്ളിപ്പാട് സ്വദേശി 65 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. അയൽവാസി ചന്ദ്രൻ പിടിയിലായി. പള്ളിപ്പാട് വടക്കേക്കര കിഴക്ക് ശ്യാമൻ നിവാസിൽ 65 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. മോഹന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് അയൽവാസിയായ കുപ്പത്തറയിൽ വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ ലളിതയും പാചകത്തിനും ഒപ്പമുണ്ടായിരുന്നു. ഭാര്യയെ ഇറക്കിവിടണം എന്നാവശ്യപ്പെട്ട ചന്ദ്രൻ മോഹന്റെ വീട്ടിലെത്തി ബഹളം വെക്കുകയും മടങ്ങിപ്പോയ ശേഷം വീണ്ടും എത്തി മോഹനെ വെല്ലുവിളിക്കുകയും ചെയ്തു. തുടർന്ന് വഴക്കിനിടയിൽ സമീപത്ത് കിടന്ന കസേരയെടുത്ത് മോഹനന്റെ തലയ്ക്ക് അടിക്കുകയും തുടർന്ന് ചന്ദ്രൻ ഓടിപ്പോവുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് മോഹനെ സമീപത്തെ പള്ളിപ്പാട് ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. തുടർന്ന് പോലീസ് ചന്ദ്രനെ പള്ളിപ്പാട് ഭാഗത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ ISHO അഭിലാഷ് കുമാർ, SI മാരായ ശ്രീകുമാർ, ഷൈജ ഉദയൻ, SCPO അജയൻ സുരേഷ്, CPOമാരായ നിഷാദ്, പ്രദീപ്, ഉണ്ണികൃഷ്ണൻ, അനീഷ്, സജാസ്, അതുല്യ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ടൈനൂസ് ആലപ്പുഴ. അക്ഷരങ്ങളും പുസ്തകങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു ചുമട്ട് തൊഴിലാളിയെയും ചെറുമകളെയും പരിചയപ്പെടാം. ചേർത്തല വല്ലയിൽ സ്വദേശിയായ VR കാർത്തികേയനും ചെറുമകൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി അരുണിമയും. വായനാ ദിനത്തിലെ ഒരു വേറിട്ട വാർത്ത. ചേർത്തല മുട്ടം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയായ വല്ലയിൽ VR കാർത്തികേയനും ചെറുമകൾ അരുണിമയും. 6ാം ക്ലാസ് വരെ പഠിച്ച VR കാർത്തികേയൻ വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് സ്വയം ഇഴുകിച്ചേരുകയായിരുന്നു. അച്ഛൻ BA രാഘവൻ്റെ പാതയിലേക്കാണ് മകൻ കാർത്തികേയനും എത്തിയത്. രാമായണം, മഹാഭാരതം, ബൈബിൾ, ഖുർആൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളും ചരിത്ര പുസ്തകങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് പുസ്തകങ്ങൾ VR കാർത്തികേയൻ വായിച്ചിട്ടുണ്ട്. പത്രങ്ങളും പുസ്തകങ്ങളും 67കാരനായ കാർത്തികേയൻ്റെ കൂടപ്പിറപ്പാണ്. വല്ലയിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള ചെറിയ വീട്ടിൽ വലിയ പുസ്തക ശേഖരവുമുണ്ട്. മക്കളായ കവിതയും സരിതയും വായനയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. സരിതയുടെ മകൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അരുണിമ വായന റാണിയാണ്. കോട്ടയം മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായന റാണി. 122 പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയാണ് ചെറിയ പ്രായത്തിൽ വായനാ റാണി പട്ടം സ്വന്തമാക്കിയത്. ചെറുപ്പം തൊട്ടേ പത്രമൊക്കെ വായിക്കുമായിരുന്നു. ആ സമയത്ത് അങ്ങനെ വായിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഇവിടുന്ന് ഒരു ബുക്ക്, അതായത് അപ്പൂപ്പൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു. ടോട്ടോച്ചാനാണ് ഫസ്റ്റ് വായിച്ചത്. അങ്ങനെ വായിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റീവായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഒരുപാട് നല്ല ബുക്സ് കിട്ടിയപ്പോഴത്തേക്കും വായിക്കാൻ തുടങ്ങി. ഞാനൊരു സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സിവിൽ സർവീസിൽ കളക്ടർ ആവുക അല്ലെങ്കിൽ IFS. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്നത് വായന കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെന്നാണ്. പക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സോ നമ്മൾ എത്രത്തോളം ബുക്ക് വായിക്കുന്നു അത്രത്തോളം നമുക്ക് അറിവേ ലഭിക്കുകയുള്ളൂ. നമ്മൾ ബുക്ക് വായിക്കുക, നമുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, അവർക്കുള്ള അറിവ് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാട് നോളജ് കിട്ടുമായിരിക്കും. അതിന് ഏറ്റവും നല്ലത് നമുക്ക് കൂടുതൽ കഥകൾ പോലത്തെ ബുക്സിൽ, ചെറിയ ബുക്സിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. അപ്പം നല്ല ചില ബുക്സ് വായിക്കുമ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരും. ബഷീറിൻ്റെ ബുക്സൊക്കെ നല്ല രസമാണ് വായിക്കാൻ. സോ അതേപോലത്തെ ബുക്സൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ബുക്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ, അതേപോലെയുള്ള ബുക്സൊക്കെ വായിക്കാൻ വളരെ ഇൻട്രസ്റ്റീവ് ആയി. മുത്തച്ഛൻ്റെ പാതയിൽ കുരുന്നിലെ വായനാശീലം തുടങ്ങി. ദിവസവും പത്രവായന, അത് ദിനചര്യയുടെ ഭാഗം. ചെറുപ്പം തൊട്ട് ഇവിടുന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കുമായിരുന്നു. ഇവിടെ നിന്ന് പത്രം വരുത്തായിരുന്നു. അപ്പോൾ പത്രമൊക്കെ കുറച്ച് തന്നെ വായിക്കാനുള്ള താല്പര്യം, അതൊരു ഇൻട്രസ്റ്റ് ചെറുപ്പം തൊട്ട് കുഞ്ഞിലെ തൊട്ട് കാണിക്കുമായിരുന്നു. ഞാൻ ഇവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിരുന്ന് നോക്കുകയും അതുപോലെ ഒരു പ്രധാനമായിട്ടും അറിവ് നേടണം എന്നുള്ളൊരു താല്പര്യം സ്വയം ഉണ്ടായിരുന്നു. ഇപ്പോൾ വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ ഇപ്പോഴും ഇവിടെ ഏതെങ്കിലും പുതിയ പുസ്തകങ്ങളൊന്നും ഇവിടെ തന്നെ ഉള്ളതിൽ ഇപ്പോൾ ഒരു 10ഓളം പുസ്തകങ്ങൾ വീട്ടിലായി. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അഗ്നിച്ചിറകുള്ള അബ്ദുൽ കലാം, അത് വായിക്കുമ്പോൾ ആ പഠനത്തോടുള്ള താല്പര്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ പുസ്തകമാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ അത് വായിക്കാനുള്ളൊരു പുരോഗതി ഉണ്ടാവും. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ കഥ, അത് വായിക്കുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടി, അതിനെപ്പറ്റി ആ ചരിത്രത്തെ പറ്റി പഠിക്കാനായിട്ടുള്ള അത് പഠിച്ചിട്ട് വരും. അപ്പം അങ്ങനെ ഓരോ ഇതിലും ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയായൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും.
അതിലൂടെ ഒരു വലിയ പുരോഗതി അദ്ദേഹം മോള് കാക്ഷിക്കുന്നുണ്ട്. ആ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സർവേശ്വരൻ സഹായിക്കട്ടെ. ഈ വായനാ ദിനത്തിൽ എല്ലാ ജനങ്ങൾക്കും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഞാനും മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ്, മൊബൈലൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം മുമ്പത്തെ കൂട്ടി എനിക്ക് പത്രങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല. പത്രം മാത്രമാണ് ഇപ്പോൾ വായിക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഇരുന്ന് വായിക്കാൻ കഴിയുന്നില്ല, കണ്ണിന് പ്രശ്നമുണ്ട്. അപ്പോൾ എങ്കിൽ പോലും വായനാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും മൊബൈൽ നോക്കിക്കോ, പക്ഷേ വായനയുടെ സുഖം ഇതിലൊന്നിനും കിട്ടത്തില്ല. വായനയിൽ മാത്രമല്ല അരുണിമ തൻ്റെ പ്രതിഭ തെളിയിക്കുന്നത്. നൃത്തം, ചിത്രരചന, കാവ്യാലാപനം, ക്ലേ മോഡലിംഗ്, ആയോധന കലയായ വുഷു എന്നിവയിലും അരുണിമ ശ്രദ്ധേയയാണ്. ചണ്ഡീഗഡ് സർവകലാശാലയിൽ നിന്ന് ഭരതനാട്യത്തിൽ ഡിപ്ലോമ ലഭിച്ചിട്ടുണ്ട്. വുഷു പരിശീലനവും നടത്തിവരുന്നു. ഇതിൽ കോട്ടയം ജില്ലാ ചാമ്പ്യൻഷിപ്പും നേടിയിട്ടുണ്ട്. കലാകായിക രംഗത്തും അരുണിമ പ്രതീക്ഷ നൽകുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. സിവിൽ സർവീസാണ് ഇഷ്ടമേഖല. കോട്ടയം മുള്ളൻകുഴി അനിൽ ഭവനിൽ KSRTC കണ്ടക്ടറായ അരുൺകുമാറിൻ്റെയും സരിതയുടെയും മകളാണ് അരുണിമ. ടൈം ന്യൂസ്, ചേർത്തല. പുസ്തകങ്ങളിൽ നിന്ന് പുതുതലമുറ അകന്നുപോകുന്ന പുതിയ കാലത്ത് പുസ്തകങ്ങളെ, അതും ഇംഗ്ലീഷ് പുസ്തകങ്ങളെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ബാലിക. ചേർത്തല സ്വദേശിനി സിദ്ധി അരവിന്ദ് പൈ. വായനാദിന സ്പെഷ്യൽ. The jackal had the habit of cheating his friends, but promised not to deceive the camel. When Grunty limped to the bank, Hoover pretended to be sorry for him. Grunty decided to teach him a lesson. Hi, I'm Siddhi. Today is National Reading Day. This is my little library, and I read more than 100 books. These are my 5 favorite books: Gulliver's Travels, Snow White and 7 Dwarfs, Jungle Book, Panchatantra, and Alice in Wonderland, and my favorite magazine, Phantom. ചേർത്തല ടൗൺ LP സ്കൂൾ അധ്യാപകരായ നഗരസഭ 34-ാം വാർഡിൽ പ്രഥമേഷ് മന്ദിറിൽ അരവിന്ദ് കുമാർ പയ്യുടെയും R ജ്യോതിലക്ഷ്മിയുടെയും മകളാണ് 9 വയസ്സുള്ള സിദ്ധി അരവിന്ദ് പൈ. ചേർത്തല സെൻറ് മേരീസ് ഗേൾസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി. പുസ്തകങ്ങളിൽ നിന്ന് പുതുതലമുറ മാറിപ്പോകുന്ന പുതിയ കാലത്താണ് ഈ കൊച്ചുമിടുക്കി പുസ്തകങ്ങളെ, അതും ഇംഗ്ലീഷ് പുസ്തകങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. കോവിഡ് കാലത്താണ് പുസ്തക വായനയോട് അടുക്കുന്നത്. ഇംഗ്ലീഷ് പുസ്തകങ്ങളോടാണ് കമ്പം. ഇതിനകം 100-ലേറെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് അധ്യാപകനായ അരവിന്ദ് കുമാർ പയ്യും സയൻസ് അധ്യാപികയായ ജ്യോതിലക്ഷ്മിയും ചേർന്ന് മകൾക്ക് വേണ്ടി വീട്ടിൽ ഒരു ലൈബ്രറി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അച്ഛൻ തന്ന പുസ്തകങ്ങളാണ് കൂടുതലും ഇവിടെ ലൈബ്രറിയിൽ ഉള്ളത്. അച്ഛൻ്റെ കൈവശം ഒരു 2500-3000 പുസ്തകങ്ങളുണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് ധനമായി തന്നത് പുസ്തകങ്ങളാണ്. പിന്നെ ഇത് സംരക്ഷിക്കാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ ചെറിയൊരു ലൈബ്രറി പോലെ നമ്മുടെ വീട്ടിൽ തന്നെ പണിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാൻ വളരെ പുറകോട്ടാണ്. ആകെ വായിക്കുന്ന ഫാൻറ്റം കോമിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കോമിക് ബുക്കാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് ആണ് മകൾക്ക് വായനയിൽ അഭിരുചിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അവൾ വായിക്കാൻ തുടങ്ങി. അവൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകിയത് അവളുടെ അമ്മയാണ്. അവളാണ് കൂടുതലും പുസ്തകങ്ങൾ മോൾക്ക് വാങ്ങിച്ച് കൊടുത്തിട്ടുള്ളത്. അനിയത്തി ശ്രീലക്ഷ്മി ആയാലും നല്ലൊരു വായനക്കാരിയാണ്. മകളിപ്പോൾ എന്തായാലും 100-200 കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുസ്തകങ്ങൾ വായിക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പുസ്തകമാണെന്ന് അവൾ പറയുമായിരിക്കും. പുസ്തകങ്ങളോട് അവൾക്ക് ഭയങ്കര അടുപ്പമുണ്ട്. പിന്നെ എന്ത് തന്നാലും അവൾ വായിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. എന്ത് തന്നാലും വായിക്കും എന്നല്ല, മറിച്ച് ഇംഗ്ലീഷിനോട് അവൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ she can ensure that she can go ahead and read something without making much errors. Pronunciation issues ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ വായിക്കാനുള്ള കഴിവുള്ള കുട്ടിയാണ്. അവൾ കൂടുതലും വായിക്കാറുള്ളത് മോറൽ സ്റ്റോറീസുള്ള ബുക്സ്, കുട്ടികൾക്കുള്ള കോമിക് ബുക്ക്. പിന്നെ അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലത്തെ ഫെയറി ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ചാമിങ് ആയിട്ടുള്ള കുറേ പുസ്തകങ്ങൾ. ജംഗിൾ ബുക്ക്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ജംഗിൾ ബുക്ക് പോലെ, അല്ലെങ്കിൽ ഹക്കിൾബെറി ഫിൻ, ടോം സ്വയർ, അങ്ങനത്തെ കുറേയാണ് അവൾ വായിച്ചു കണ്ടിട്ടുള്ളത്. അരവിന്ദ് കുമാർ പൈയുടെ പിതാവ് പരേതനായ മുരളീധര ബാബുവിൻ്റെ വൻ പുസ്തക ശേഖരവും ഇവിടെയുണ്ട്.
വിവിധ ഭാഷകളിലുള്ള 2000-ഓളം പുസ്തകങ്ങൾ ഇവിടെ നിധി പോലെ സൂക്ഷിക്കുന്നു. ഇതും പുസ്തക വായനയിലേക്ക് എത്തുന്നതിന് സിദ്ദിഖ് പ്രചോദനമായി. ഇംഗ്ലീഷ് ന്യൂസ് വായനയിലും ഈ കൊച്ചുമിടുക്കി മികവ് പുലർത്തുന്നു. The news read by Siddhi. The headlines. India gears up for June 19, National Reading Day. The day marks the death anniversary of P.N. Panikkar, who is famously known as the father of library movement in Kerala. It's said that books are knowledge windows, so read more, grow more. World news. The Houthi militant group in Yemen attacks 2 ships and American destroyer. The Houthi militant group claimed responsibility for attacking 2 civilian vessels and a U.S. Navy destroyer in the Red Sea and Arabian Sea. State news. Muslims in Kerala celebrated Bakrid on Monday. Bakrid is the festival of sacrifice. Eid prayers were held in mosques across the state on Monday. Sports news. USA to take on South Africa in the ICC Men's T20 World Cup Super 8 starter today. The match will take place at Sir Vivian Richards Stadium. സിദ്ധി അരവിന്ദ് പൈ എന്ന 5ാം ക്ലാസ്സുകാരിയുടെ കൂട്ടുകാർ പുസ്തകങ്ങളാണ്. അതും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. പിഞ്ചു പ്രായത്തിൽ തന്നെ ഇംഗ്ലീഷിൽ മികവ് പുലർത്തുന്ന സിദ്ധി നാടിനും അഭിമാനമാണ്. When granted limped to the bank, Fuller pretended. ടൈം ന്യൂസ് ചേർത്തല. വെള്ളാപ്പള്ളി നടേശന് പിന്തുണയുമായി BDJS. ചേർത്തലയിൽ BDJS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ പ്രീണനമാണ് കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ നടത്തുന്നതെന്ന് വിളിച്ചു പറഞ്ഞ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള നീക്കങ്ങൾ ചെറുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് BDJS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മേളനം നടത്തിയത്. ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജ്യോതിസ് ഉദ്ഘാടനം ചെയ്തു. BDJSുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള സംഘടനാ വിഷയങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലേക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തെരുവിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപക നേതാവായ BDJSന്റെ പതാക ഞങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെതിരെ ചെറുവിരലനക്കാൻ ധൈര്യമില്ല എന്ന സംഘടന സോഷ്യൽ മീഡിയയിലുള്ള വധഭീഷണി പുറപ്പെടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കി പറയുകയാണ്, തീക്കള്ളി കൊണ്ട് തലയുറയുന്നതിന് തുല്യമാണ്, ഇത് കേരളമാണ് എന്ന് തന്നെ ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. BDJSും അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനയുടെ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന അവസരം ഉണ്ടാക്കരുത് എന്നീ അവസരത്തിൽ വിനയപ്പെടുത്തി അഭ്യർത്ഥിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് T. അനിയപ്പൻ അധ്യക്ഷനായി. വിനോദ് കോയിക്കൽ, K. സോമൻ, പ്രകാശൻ കളപ്പുരയ്ക്കൽ, TR പൊന്നപ്പൻ, സുശീല മോഹൻ, K. ധനഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KP ദിലീപ് കുമാർ സ്വാഗതവും ബിജു P. മൂലയിൽ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മാരാർകുളം വടക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ചെത്തി കാറ്റാടി കടപ്പുറത്ത് നിന്ന് 30ഓളം തെങ്ങുകൾ മുറിച്ചു മാറ്റിയെന്നാരോപിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. മാരാർകുളം വടക്ക് പഞ്ചായത്ത് 18ാം വാർഡിൽ ചെത്തി കാറ്റാടി കടപ്പുറത്ത് നിന്ന് 30ഓളം തെങ്ങുകൾ മുറിച്ചു കടത്തിയതിനെതിരെയാണ് പ്രതിഷേധം. വടക്ക് പഞ്ചായത്തിലെ 1ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 18ാം വാർഡ് മെമ്പറും ചേർന്നാണ് മരംകൊള്ളയ്ക്ക് നേതൃത്വം നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരും തീരദേശവാസികളും പ്രതിരോധം സൃഷ്ടിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങളും തടിയും പിടിച്ചെടുത്തിരുന്നു. കണിച്ചൂളങ്ങര മാരാർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്ത് ഇങ്ങനെ മുതലാളിമാർക്ക് കൊണ്ടുപോകാനും അവർക്ക് വീതം വെച്ചു കൊടുക്കാനും ഈ തരത്തിലേക്ക് പോകുന്നു എങ്കിൽ അവിടെ കൃത്യമായ നടപടികൾ വേണം.
ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന കുറ്റം ചുമത്തുക മാത്രമല്ല, ഈ മരം വെട്ടിക്കൊണ്ടുപോയ ഈ ഉത്തരവ് പഞ്ചായത്ത് സെക്രട്ടറിക്കും ചിലപ്പോൾ കണിച്ചുകുളങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ മുണ്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി B. ബൈജു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MS. ചന്ദ്രബോസ്, KSU ജില്ലാ പ്രസിഡന്റ് AD. തോമസ് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. തൈക്കാട്ടുശ്ശേരിയിൽ ഇൻസുലേറ്റഡ് വാൻ അപകടത്തിൽപ്പെട്ടു. റോഡരികിൽ നിന്നിരുന്ന മരത്തിൻ്റെ ചില്ലയിൽ തട്ടി ഇൻസുലേറ്റഡ് വാനിൻ്റെ ബോഡി റോഡിലേക്ക് തെറിച്ചു വീണു. ആർക്കും പരിക്കില്ല. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലയിൽ തട്ടി ഇൻസുലേറ്റഡ് വാനിൻ്റെ ബോഡി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വാഹനത്തിൻ്റെ ചേസ് തൊട്ടടുത്ത വീടിൻ്റെ മുൻഭാഗത്ത് താഴ്ചയിലേക്ക് ഇറങ്ങി നിന്നു. വൻ അപകടമാണ് ഒഴിവായത്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും പൂച്ചാക്കൽ പോലീസും എത്തി തടസ്സം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. MLA റോഡിൻ്റെ വശങ്ങളിലുള്ള മരങ്ങളുടെ ചില്ലകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ വനം വകുപ്പിൻ്റെ മരങ്ങൾ MLA റോഡിൻ്റെ അരികുവശത്ത് വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ആ മരങ്ങളിങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പുറകുവശം വന്ന് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. മഴക്കാലമായ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മരച്ചില്ലകൾ വെട്ടിമാറ്റി അതിനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ വീണ്ടും കൂടുതൽ അപകടങ്ങളിലേക്ക് ഇത് മാറും എന്ന്. ടൈം ന്യൂസ് ചേർത്തല. തണ്ണീർമുക്കം പഞ്ചായത്തിലെ ശാസ്താങ്കൽ ഷാപ്പുകവല റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. തകർന്നു കിടക്കുന്ന റോഡിൻ്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം അധികൃതർ അവഗണിക്കുന്നുവെന്നാണ് പരാതി. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡ് കഴിഞ്ഞിടെ നന്നാക്കിയെങ്കിലും ചാലിപ്പള്ളി കുരിശടി മുതൽ ഗുരുമന്ദിരം വരെ ജലാശയം പോലെ കിടക്കുന്നു. മഴയിൽ മുങ്ങിക്കിടക്കുന്ന റോഡിൽ യാത്രക്കാർ അപകടത്തിൽപ്പെടുകയും പതിവാണ്. സമീപമുള്ള സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളും ചാലിൽ തിരുഹൃദയ ദേവാലയം പോലുള്ള ആരാധനാലയങ്ങളിലേക്കുമുള്ള വിശ്വാസികളും ഏറെ കഷ്ടപ്പെട്ടാണ് സഞ്ചരിക്കുന്നത്. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ചാലിപ്പള്ളി ഷാപ്പുകവല റോഡാണ്. ഈ റോഡിലൂടെയാണ് പ്രതീക്ഷാ ഭവൻ, സെൻറ് ആണീസ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ കുട്ടികളൊക്കെ പോകുന്നത്. ഈ റോഡ് താറുമാറായി കിടന്നിട്ട് 1 വർഷത്തിൽ മേലെയായി. ഇതുവരെയും ഇത് റെഡിയാക്കിയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് നന്നാക്കി തരണമെന്ന് നാട്ടുകാർക്ക് വേണ്ടി അപേക്ഷിക്കുക. സ്കൂൾ ബസ്സുകളുടെ യാത്ര ദുസ്സഹമായതിനെ തുടർന്ന് കഴിഞ്ഞിടെ നാട്ടുകാർ റോഡിലെ കുഴികൾ നികത്തിയെങ്കിലും തുടർ ദിവസങ്ങളിലുണ്ടായ മഴയിൽ റോഡ് പൂർവ്വസ്ഥിതിയിലായി. റോഡ് നന്നാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടൈം ന്യൂസ് ചേർത്തല. കുട്ടികളിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മട്ടുപ്പാവ് കൃഷി ആലപ്പുഴയിൽ ആരംഭിച്ചു. കുട്ടിത്തോട്ടം എന്ന പേരിലാണ് മട്ടുപ്പാവ് കൃഷി ആരംഭിച്ചത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസിഡേഴ്സ് കൂടിയായ ഹരിത ഫിറോസും ഫാദിയ ഫിറോസിൻ്റെയും നേതൃത്വത്തിലാണ് മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിക്കും പൂക്കൃഷിക്കും തുടക്കം കുറിച്ചിരിക്കുന്നത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ജൈവ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിനായി ഓരോരുത്തരും മുന്നിട്ട് ഇറങ്ങേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ കുട്ടിത്തോട്ടം പദ്ധതി ഓരോ സ്കൂളുകളും ഏറ്റെടുക്കണമെന്നും അതുവഴി കുട്ടികളെ ജൈവ കൃഷി സംസ്കാരമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരാനും നമുക്കാകണമെന്നും അത്തരത്തിൽ ഹരിതയുടെയും ഫാദിയയുടെയും കൃഷിരീതി മാതൃകാപരമാണെന്നും പ്രമോദ് മുരളി കൂട്ടിച്ചേർത്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ അധ്യക്ഷയായി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MG സതീദേവി, AS കവിത, നസീർ പുന്നക്കൽ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ, അഡ്വക്കേറ്റ് പ്രദീപ് കുട്ടാല, നസീർ സലാം, CA ലവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോജക്ട് ഡയറക്ടറും ജൈവ കൃഷി പ്രചാരകനുമായ ഫിറോസ് അഹമ്മദ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതന, മത്തങ്ങ, വെള്ളരി എന്നിവ കൂടാതെ ബന്ദി, വാടാമുല്ല അടക്കമാണ് കുട്ടികൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്തത്. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ള പണം ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ. 500 കോടി കുടിശ്ശികയുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് 1100 കോടി ലഭിക്കാനുണ്ടെന്നും GR അനിൽ പറഞ്ഞു. പഞ്ചമി എന്ന പെൺകുട്ടിയെ മുൻനിർത്തി സ്വസമുദായത്തിന്റെ വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട വിപ്ലവകാരിയായിരുന്നു അയ്യൻകാളിയെന്ന മന്ത്രി P. പ്രസാദ്. സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതും മറ്റൊരു പോരാട്ടമാണെന്നും P. പ്രസാദ്.
അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ചങ്കുറപ്പോടെ പോരാടിയ മഹാനായിരുന്നു അയ്യൻകാളിയെന്ന് അഡ്വക്കേറ്റ് എം ആരിഫ് എക്സ്-MP. ചരിത്രത്തിന്റെ ഏടുകളിൽ കേരളീയർ ഈശ്വരീയമായി കാണുന്ന മഹാനാണ് അയ്യൻകാളിയെന്ന് ശോഭാ സുരേന്ദ്രൻ. കായംകുളത്ത് നാടിനെ നടുക്കിയ സംഭവം. മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. ഷാജഹാന്റെ കുത്തേറ്റ് സാദിഖ് മരിച്ചു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പിന്തുണയുമായി BDJS. ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.